രാഹുൽ മാങ്കൂട്ടവും പീഡന പരാതിയും വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുന്ന ഈ സമയത്ത് പീഡന പരാതിയെ തുടർന്ന് ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടേക്ക് മടങ്ങിയെത്തിയതായാണ് സൂചന. ജില്ല വിട്ടുപോയാൽ മുൻകൂർ ജാമ്യാപേക്ഷയെ അത് ദോഷകരമായി ബാധിക്കുമെന്ന നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് MLA മടങ്ങിയെത്തിയത് എന്നാണ് നിഗമനം. മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷം മാത്രം പൊതുരംഗത്ത് സജീവമായാൽ മതി എന്നാണ് രാഹുലിന് പാർട്ടി നൽകിയിട്ടുള്ള നിർദ്ദേശവും. ഇതിനോടൊപ്പം തന്നെ ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നും നിർദ്ദേശവുമുണ്ട്. പാലക്കാട്ടെ ഫ്ളാറ്റിലും ഓഫീസിലുമായി MLAയുടെ 2 വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇതിനിടയിൽ രാഹുൽ കേരളം വിട്ടെന്ന സൂചനയും അധികൃതർക്ക് ലഭിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മൊബൈൽ ഫോൺ വെള്ളിയാഴ്ച രാവിലെ കുറച്ച് സമയത്തേക്ക് ഓണായിരുന്നു. മുൻകൂർ ജാമ്യഹർജി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അഭിഭാഷകനുമായി സംസാരിച്ച ശേഷം ഫോൺ വീണ്ടും ഓഫ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഫോൺ രാഹുലിന്റെ കൈവശം തന്നെയാണോ എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയുമില്ല. കോളുകൾ ഒന്നും തന്നെ അദ്ദേഹം സ്വീകരിച്ചിട്ടുമില്ല. പാർട്ടി വേദികളിൽ അദ്ദേഹത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടുമുണ്ട്. പീഡന പരാതി നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന് പാർട്ടി വേദികളിൽ വിലക്കേർപ്പെടുത്തുവാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കരുത് എന്ന് DCCകൾക്ക് കർശന നിർദ്ദേശവും നൽകും. പീഡനക്കേസിൽ ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ഈ വിലക്ക് തുടരുമെന്നും നിർദ്ദേശവുമുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നതും.